ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ. വിനീത് ശ്രീനിവാസൻ്റെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് പടങ്ങളിലാണ് പുള്ളി വർക്ക് ചെയ്തത്. പുള്ളിയുടെ പക്ഷേ ഫസ്റ്റ് ഡയറക്ഷണൽ ഡെബ്യൂ കണ്ടിട്ട് ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. IMDbയിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ പുള്ളി മറ്റേ മ്യൂസിക് വീഡിയോ അതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് പറഞ്ഞ പടത്തിൻ്റെ ADയും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ പുള്ളിയുടെ മാക്സിമം കൊടുത്തിട്ടുള്ളൊരു പടം തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് മറ്റേ നൂറ അത് മറ്റേ ആ ആ കുട്ടിയൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫ്രഷ്നെസ്സും ഇതിനകത്തുണ്ടാവും. മൊത്തത്തിലൊരു എക്സെൻട്രിക് പരിപാടിയാണ് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഒരു റിയലിസം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ലാലേട്ടൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയറായിട്ട്, ബബ്ബബ്ബ പോലൊരു പടം കാണാൻ വരുമ്പോൾ ഒരിക്കലും ഈ റിയലിസ്റ്റിക് മീറ്ററൊക്കെ പിടിച്ചുകൊണ്ട് ആരും തിയേറ്ററിലോട്ട് വരരുതെന്ന്. പുള്ളി സാധാരണ അങ്ങനെ പറയുന്നതല്ല. അപ്പോൾ പുള്ളി ഇത് പറയണമെങ്കിൽ ഇതിനകത്ത് ഈ കാണിച്ചതിലും കൂടുതൽ സംഭവം ഇருக்கு എന്നുള്ളൊരു ഫീലാണ്. കണ്ട കണ്ട ആവർത്തിയിൽ പല ആവർത്തിയിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു വൻ തിയേറ്ററോളം സൃഷ്ടിക്കാൻ പറ്റിയൊരു സംഭവമായിരിക്കും. എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്നുകൂടെ കണ്ടു നോക്കാം. ടു എൻഹാൻസ് സൗണ്ട് ക്വാളിറ്റി. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ക്രിമിനലായ ആ ടൈമിൽ നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ madness. I will take you to the miraculous universe of the most wanted person you're searching for. റെഡിൻ കിൻസ്ലി അവൻ വെറുപ്പിക്കും. കലക്കാത്തിയാ റിയാസ് ഖാനും ഉണ്ടല്ലേ? വീണ്ടും ഒറിജിനൽ. വണക്കം എന്ന് സാധാരണക്കാരൻ. അതാരി സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ദേവ്ജി ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. ലാലിന്റെ മോനല്ലേ? ജൂനിയർ ലാലിന്റെ വോയിസ് അല്ലേ? ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സാൻഡി മാസ്റ്റർ പുള്ളിയും പോലീസാണ്, മിക്കവാറും വില്ലനുമായിരിക്കും. ജനപ്രിയ നായകൻ ദിലീപ്, അമിത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. തൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ കാണ് അവതാര പിറവികളുടെ രൗദ്രഭാവം. ലാലേട്ടൻ പതിവിലും കൂടുതൽ ചരിഞ്ഞിട്ടുണ്ട്. ഓ, ഈ ഡാൻസ് സീക്വൻസ് ഓൾറെഡി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. തിയേറ്റർ പൊളിക്കുന്നതായിരിക്കും. നൂറ ഷെരീഫ് റൈറ്റർ, ഹില്ലി റെഫറൻസ് ആയിക്കോട്ടെ. ടോട്ടൽ മാഡ്നസ് സാധനം തന്നെ അല്ലേ? ഭയം ഭക്തി ബഹുമാനം എന്നതിനേക്കാൾ ടോട്ടൽ മാഡ്നസ് ആണ് ഇത് കണ്ടിട്ട് ഫീൽ ചെയ്തത്. ഒരുമാതിരി എല്ലാം എക്സാജറേറ്റഡ് സീൻസും ചെയ്സും പട്ടാളക്കാർ വരുന്നതും വെടിവെപ്പും, അങ്ങനെ മൊത്തത്തിലൊരു ജഗപുക, ഒരു ഓവർ ദ ടോപ്പ് പരിപാടി. വരട്ടെ, അങ്ങനത്തെ പടങ്ങൾ വരട്ടെ. കുറേ നാളായി എല്ലാ ഡീറ്റെയിലിങ്ങിനും ഓരോ ഫ്രെയിമും നമ്മൾ കുത്തിയിരുന്ന് നോക്കി. അതും ഇൻട്രസ്റ്റിംഗ് വാച്ചാണ്. പക്ഷേ ഇപ്പോൾ അതുപോലത്തെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ക്യൂസ് ഇട്ട് തന്ന് ഈ ക്ലൂസ് എല്ലാം നമ്മൾ തപ്പിപ്പറക്കി അങ്ങനെ കാണുന്നതിനേക്കാൾ ഒരു ഓളത്തിലൊരു തിയേറ്റർ ഫെസ്റ്റിവൽ മോഡിൽ കാണണം. അത് ഇത്രയും ഗ്രാൻഡിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പടം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആസ്വദിക്കാനുള്ളൊരു ഓളം പടം വേണം. ഇതാണ് ഇവിടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതായത് മെൽബണിലൊക്കെ പടം ഇറങ്ങുമ്പോഴത്തേക്കും ഉച്ച സമയമായിരിക്കും, മിക്കവരും വർക്കിംഗ് ആയിരിക്കും. തിയേറ്ററിൽ അത്രയും പാക്ഡ് ആയിരിക്കില്ല നാട്ടിലെ പോലെ. അതാണ് നമ്മൾ ഇവിടെ മിസ് ചെയ്യുന്നൊരു സംഭവം. പിന്നെ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ല പരിപാടി. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്പൂഫുകളുള്ള ദേവ്ജി, റിയാസ് ഖാൻ അടിച്ചു കയറി. റിയാസ് ഖാൻ ആണെന്ന് തോന്നുന്നു. മിന്നായം പോലെ കണ്ടത് റിയാസ് ഖാനെയാണ്. മറ്റേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, സോഡ പൊട്ടിക്കൽ, CID മൂസേല പോലത്തെ കാറ്, ലാലേട്ടൻ്റെ പിന്നെ സ്ഥിരമുള്ള എൻഫീൽഡ്. അങ്ങനെ ആകെ മൊത്തത്തിൽ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ചേട്ടനും അനിയനും ആയിരിക്കും. ഒരു പാസ്റ്റ് വരുന്നുണ്ട്. അപ്പം ലാലേട്ടൻ്റെ ക്യാരക്ടർ മരിച്ചു പോകുന്ന പോലെയാണോ? അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പം ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി പിന്നല്ലേ എന്തെങ്കിലും അകപ്പെട്ടു പോയതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വെറുതെ മനസ്സിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയാമല്ലോ. ഇതിൽ പിന്നെ അത്രയും ലോജിക്കും വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലോക്ക് ചെയ്യാനുള്ള സംഭവം ഇറുക്കം തോന്നുന്നു. ഓളമാവട്ടെ, ആഘോഷമാവട്ടെ, എന്തായാലും തിയേറ്ററിൽ കാണാം.